ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മൈദയില്ല, ഷുഗറില്ല, അതുപോലെ തന്നെ ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കംപ്ലീറ്റ്ലി ഹെൽത്തി കേക്കാണ്. ഡയബറ്റിക് ആയവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി കേക്കിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. കേക്കാവുമ്പോൾ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ. മധുരത്തിന് ആവശ്യമായ ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ എളുപ്പത്തിൽ സോക്ക് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ടിന്ന് റെഡിയാക്കണം. കേക്ക് ഉണ്ടാക്കണ ടിന്ന് റെഡിയാക്കണം. ഇതിലേക്ക് കുറച്ച് ഗീയോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വിരിച്ചെടുത്താലും മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇട്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തട്ടിക്കുടഞ്ഞെടുത്താൽ മതി. ഇതാ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 250 ml കപ്പ് മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാ കറക്റ്റ് 250 ml ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട വേണം. ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ എടുത്തു വെച്ച ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള മിക്സ് തയ്യാറാക്കാം. ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കി വെച്ച സെയിം കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കപ്പ് എടുക്കുമ്പോൾ അങ്ങനെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ മെഷർമെൻറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊന്നും ഇല്ലാത്ത അൺസ്വീറ്റഡ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഗോതമ്പ് പൊടി വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗോതമ്പ് പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയല്ല, സോഡാപ്പൊടി കപ്പക്കാരൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഡേറ്റ്സും അതുപോലെ തന്നെ മുട്ടയും ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച കൊക്കോ പൊടിയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുള്ള മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സും നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് ബദാം അതുപോലെ തന്നെ വാൾനട്ട്, റൈസിൻസ് അതുപോലെ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രഞ്ചിന് വേണ്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഗ്രീസ് ചെയ്തിട്ട ടിന്ന് എടുത്തിട്ടുണ്ട്. ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണിൽ ചെയ്യാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓവണിൽ വെക്കുമ്പോൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതാ നമ്മൾ ഒഴിച്ച് വെച്ച മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്താൽ ആ പാത്രത്തിൻ്റെ ഹോൾസിലൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സമയം ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് ഓരോരാളെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഫ്ലെയിമൊക്കെ വ്യത്യാസം ഉണ്ടാവും. 30 മിനിറ്റാണ് ഞാൻ മാക്സിമം വേണ്ടത്. 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി ഒന്നുകൂടി വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 20 മിനിറ്റ് ചെക്ക് ചെയ്തപ്പോൾ അത്ര അങ്ങ് കുക്കായി വന്നിട്ടില്ല.
ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കുക്കാകാൻ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. മൈദയും പഞ്ചസാരയും ഒന്നും ചേർത്തിട്ടില്ലാന്ന് പറയേ ചെയ്യില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഇല്ല. എമ്മി കേക്കാണ്. ഷുഗറോ മൈദയോ ഒന്നും ചേർക്കാതെ എത്ര പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് മനസ്സിലായേ ചെയ്യില്ല. ആർക്ക് കൊടുത്താലും ഇതിൽ മൈദയും ഷുഗറും ചേർത്തിട്ടില്ലാന്ന് പറയുകയും ചെയ്യില്ല, അത്രയ്ക്കും ടേസ്റ്റില്ല കേക്കാണ്. ഞാനിതുപോലെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നോക്കിക്കോ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കോ, നല്ല സ്പഞ്ചിയാണ്. അതുപോലെ തന്നെ എമ്മി കേക്കാണ്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കൊരു ഹെൽത്തി വേർഷൻ ചോക്ലേറ്റ് ടോപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം, അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്തിട്ടുണ്ട്. മൈദയും ഓയിലും അതുപോലെ തന്നെ പഞ്ചസാരയും ഒന്നും ചേർക്കാതെ നല്ല പെർഫെക്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.